ലിസ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിന്ന് സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. പകരം മനോഹരമായൊരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ താമരയും മെലസ്റ്റോമയും ഒക്കെ നിറഞ്ഞ് പൂക്കളാൽ മനോഹരമായ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, ഞങ്ങൾ വയനാട്ടിലുകാരാണ്. വയനാട്ടിലെ കാവുമന്നം, പടിഞ്ഞാറത്തറ ഭാഗത്ത് കാവുമന്നം എന്നൊരു സ്ഥലത്താണ് ഈ മനോഹരമായ താമരക്കുളം ഉള്ളത്. ഇത് വളരെ പഴക്കം ചെന്ന ഒരു കുറിച്യർ തറവാടാണ്. ഈ തറവാടിനോട് ചേർന്ന ഭൂമിയിലാണ് ഈ താമരക്കുളമൊക്കെ നമുക്കായിട്ട് നല്ല കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വയനാട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ സന്ദർശിക്കാതെ പോകരുത് കേട്ടോ. നല്ല മനോഹരമായ പെയിൻറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് ഈ തറവാട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്ങുകളിൽ കാണപ്പെടുന്നവർ പലരും ഇന്നത്തെ തറവാടിൻ്റെ അവകാശികളും അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന കാരണവന്മാരുടെയൊക്കെ പെയിൻറ്റിങ്ങുകളാണിത്. വളരെ ഭംഗിയായിട്ട് പ്രകൃതിയുടെ പല പെയിൻറ്റിങ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയനാട് സന്ദർശിക്കാൻ വരുന്നവർ എന്തായാലും ഇവിടെ വന്നിട്ടേ പോകാവുള്ളൂ, കാരണം അത്ര മനോഹരമാണ് കേട്ടോ ഇവിടെ. ഈ തറവാടിനോട് ചേർന്നുള്ള ഒരു 1/2 ഏക്കർ ഭൂമിയിലാണ് ഈ താമരക്കുളം നമുക്കായിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ രീതിയിലൊരു തോണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടോ എന്ത് ഭംഗിയായിട്ട് ഇവർ ഒരു 4 വിത്തിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു താമരക്കുളത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇത് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ചേച്ചിയും രാധാകൃഷ്ണൻ ചേട്ടനുമാണ്. കുറച്ച് ഉള്ളിലേക്കാണ് ഈ സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഒരു റിലാക്സ്ഡ് സ്റ്റേജാണ് കേട്ടോ. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു റിലാക്സ്ഡ് സ്റ്റേജ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വൈബാണ് അവിടെ ഉള്ളത്. അപ്പം ഈ കുളത്തിലേക്ക് ഇതുപോലൊരു കൊട്ടത്തോണി ഉണ്ട്. ഇതിൽ നമുക്ക് കുളത്തിൽ ഇറങ്ങാവുന്നതാണ് കേട്ടോ. വലിയ ആഴമൊന്നുമില്ലാത്ത കുളമാണ്. പിന്നെ ഇതിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അതൊക്കെ ഞാൻ പണി പൂർത്തിയാകുമ്പോൾ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ്. ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേക്ക് ഇപ്പോൾ സൗകര്യമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് വന്നു പോകാനുള്ള സൗകര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഫുഡ് നല്ല മീൻ, അതായത് ഈ കുളത്തിൽ നിന്ന് തന്നെ പിടിച്ച നല്ല മീൻ നമുക്ക് നമ്മുടെ ലക്ഷ്മി ചേച്ചി അപ്പോൾ തന്നെ നമ്മളെ കുക്ക് ചെയ്ത് തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ വിളിച്ച് പറഞ്ഞതിന് ശേഷം വരാൻ പാടുള്ളൂ എന്ന്. ഇവിടെ എന്താ പറയുക, പൂക്കൾ കൊണ്ട് തന്നെ നല്ല മനോഹരമാണ്. നല്ല മെലസ്റ്റോമ പൂക്കളും കണ്ടോ, കടലാസ് പുഷ്പങ്ങളും താമരയും ഒക്കെ നിറഞ്ഞു നിന്ന് നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. ഇത് താമരയുടെ കുളം, പിന്നെ കുറിച്യർ തറവാട്, പ്ലസ് ഒരു ഏറുമാടം ഉണ്ട് അവിടെ. ഈ ഏറുമാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലുള്ളവർക്ക് അറിയാം, പണ്ട് കാലം മുതലേ വന്യമൃഗങ്ങളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. രാത്രികാലങ്ങളിലൊക്കെ ഏറുമാടങ്ങളിലായിരുന്നു കിടപ്പ്. അപ്പം ആ ഒരു ഏറുമാടവും ഇവിടെ ഉണ്ട്. ആ ഏറുമാടത്തിൽ നിന്ന് ഈ താമരക്കുളത്തിലേക്ക് നോക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കരമായൊരു ഫീലാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അമ്പ ചെയ്യാനുള്ള സൗകര്യവും മീൻ പിടിക്കാനുള്ള സൗകര്യവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇനിയിപ്പം നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു അടിപൊളി പ്ലേസ് ആവും. നമുക്ക് എന്താ പറയുക, സ്റ്റേക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏറുമാടം. ഈ താമര വിത്തൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഇതിൻ്റെ താമരേൻ്റെ വിത്തും ട്യൂബേഴ്സും ഒക്കെ കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു ഏറുമാടം. ഏറുമാടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല മനോഹരമായ ഒത്തിരി ആർട്ട് വർക്കുകളാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള വ്യൂ എടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ നിങ്ങളെ പിന്നീട് ഒരു ദിവസം അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതാണ് കേട്ടോ.
പുതിയൊരു വീഡിയോ എടുക്കുമ്പോൾ അതിലിടുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലക്ഷ്മി ചേച്ചി. നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല അപ്പോൾ തന്നെ പിടിച്ച മീൻ വറുത്ത് തരുമെന്ന് പറഞ്ഞില്ലേ. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇത് അമ്പെയ്ത്ത്, അതായത് നമ്മുടെ രാധാകൃഷ്ണ ചേട്ടനൊക്കെ ആർച്ചറി ചാമ്പ്യന്മാരാണ്. അപ്പോൾ അമ്പെയ്ത്തിൻ്റെ ആശാന്മാരാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് അമ്പെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞ പോലെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നെ കോൺടാക്റ്റ് ചെയ്താലും മതി കേട്ടോ. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്റ്റ് ചെയ്താലും മതി. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ വയനാട് കാണുന്നവർ ഈ സ്ഥലം എന്തായാലും കാണണം. പിന്നെ ഇതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.